ഇപ്പൊ തിയേറ്ററിലൊക്കെ പോയി കണ്ടിറങ്ങുമ്പോ ഒരു ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ട പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ആ ക്യാരക്ടർ അങ്ങനെയൊക്കെ തന്നെ നടക്കുക. ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോ തന്നെ ആ സിനിമയിലെ ആ സീനിലെ ആ ഇമോഷൻ ഓർക്കുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി പഠിക്കാൻ പറ്റും. റെനോ ചേട്ടനോട് വർക്ക് ചെയ്ത് എന്നെ നല്ല രീതിക്ക് ഓടിച്ചിട്ടുണ്ട്. ഒരു ഓട്ടത്തിന് പറ്റിയ ഒരു ഫിറ്റ്നസിന്റെ പറഞ്ഞിട്ടാണ് എടുത്തേന്ന് ആളോ ഫസ്റ്റ് തന്നെ പറഞ്ഞു. എന്റെ അടുത്ത് ഓടണം എന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിൽ ക്യാമറ വരണം നോക്കുമ്പോ അത് പറയുമ്പോൾ ഓടണം പറഞ്ഞില്ല. ആള് ഓക്കെ റെഡി അല്ലേന്ന് പറഞ്ഞു. ആ റെഡി എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ക്യാമറ എത്തിണ്ടറിഞ്ഞില്ല. പാലക്കാട് എത്തുന്നതിന് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറങ്ങണായിരിക്കും. ഗ്രീഷ്മ അവിടെ വർഷയുടെ ഒക്കെ സീക്വൻസ് എടുക്കുമ്പോ ഗ്രീഷ്മ അവിടെ ഇരുന്ന് സെറ്റ് ചെയ്ത് പയ്യെ ഇറങ്ങി പോവാ ചില്ല് ചെയ്യാൻ പോക്ക് കണ്ട് ഒരു ഇത്ര നല്ല പിള്ളേരായിരുന്നു. പഠിച്ചോ നിങ്ങള്? സമയം കിട്ടി. ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ പ്രസൻസ് ബി വിത്ത് രമ്യയിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ബി വിത്ത് രമ്യയിലെ കണ്ട കുറേ സുന്ദരിമാരാണ്. ഇവരൊക്കെ നേരത്തെയും സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ. നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ സെക്കൻഡ് മൂവിയാണ് ഒരു റൊണാൾഡോ ചിത്രം അല്ലെ? എല്ലാവരുടെയും തന്നെയല്ലേ? അതെ, ഓക്കെ. അപ്പൊ പിന്നെ ഇവർക്ക് ആർക്കും എന്താ ഒരു ഫ്രഷ് ഫേസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ റൊണാൾഡോ ചിത്രത്തിൽ ഇത്ര അധികം സുന്ദരികൾ, ഇനിയും ഉണ്ട് ആ സിനിമയിൽ വേറെയും സുന്ദരികളും സുന്ദരന്മാരും എല്ലാരും കൂടെ അത് ഇന്ന് അവൈലബിൾ ആയിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോ എന്താണ് ഇത്ര അധികം സുന്ദരികൾ നിരന്ന് നിൽക്കുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സിനിമ? ആരാദ്യം സംസാരിക്കും? ഞാൻ ആരോടാണ് ആദ്യം ചോദിക്കണ്ടേ? നിങ്ങളുടെ ലീഡർ, നിങ്ങളിലെ ലീഡർ ആരാ? സുവർണ. സുവർണയാണോ? ഞങ്ങൾ ചെയ്ത ക്യാരക്ടർ ലീഡ് വെച്ച് നോക്കുവാണെങ്കിൽ വർഷയാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സുപർണ, ഗ്രീഷ്മ, വർഷ, വിജി ആൻഡ് വിനിജ. ഓക്കെ, യെസ്, കറക്റ്റ് ഒക്കെ പേരായിട്ട് പറഞ്ഞു. ഓക്കെ, ദെൻ വർഷ പറയൂ. ഞങ്ങൾ ആക്ച്വലി ഒരു റൊണാൾഡോ ചിത്രത്തില് ഒരു സിനിമയ്ക്ക് അകത്തുള്ള ഒരു കഥയാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ഒരു സിറ്റുവേഷനിൽ വന്ന് കൊടുക്കുമ്പോൾ അതെങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു ഫ്രണ്ട്സിന്റെ ഹെൽപ്പോടെ, അങ്ങനത്തെ ഒരു ഞങ്ങളുടെ ഭാഗം. അങ്ങനെ നിങ്ങൾ എല്ലാവരും സിനിമയിലെ ഫ്രണ്ട്സ് ആണ്? അതെ. ഓക്കെ, അപ്പൊ ലേഡീസ് ഗാങ്ങിന്റെ ഒരു കഥ അതിനകത്ത് പറയുന്നുണ്ട്. ട്രെയിലറും ടീച്ചറൊക്കെ കാണുമ്പോ റൊണാൾഡോ അശ്വിന്റെ ഒരു പോരാട്ടം, അശ്വിൻ ഫേസ് ചെയ്യുന്ന കുറെ ട്രബിൾസും അതിൽ കടന്ന് ഒരു യൂഷ്വൽ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ സംഭവമാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അതിനകത്തൊന്നും നിങ്ങൾ ഇത്രയും പേര് പോയി ഒളിച്ചിരിക്കുന്നതും ഇങ്ങനത്തെ ഒരു ലേഡീസ് ഗാങ്ങിന്റെ കഥ ഉണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അപ്പൊ സിനിമയ്ക്കകത്തെ ഒരു സിനിമ പറയുന്ന കഥയാണ് റൊണാൾഡോ ചിത്രം. ഓക്കെ, ശരി. വിജി എന്തുകൊണ്ടാണ് ഈ സിനിമ സെലക്ട് ചെയ്യാനുള്ള കാരണം? എൻ്റെ ആദ്യത്തെ ഫിലിം പ്രിയൻ ഓട്ടത്തിലാണ് എന്ന് പറയുന്ന ഫിലിമാണ്. അപ്പോൾ അതിലെ ടെക്നിക്കൽ ടീംസ് കുറേ പേര് റൊണാൾഡോ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ റിനോയ് ചേട്ടൻ ഇങ്ങനെ ആക്ടേഴ്സിനെ നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിൽ എനിക്കൊന്ന് ഫോട്ടോഗ്രാഫർ എന്തോ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ കഫേയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ സംസാരിച്ചു, സ്റ്റോറി പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ സെലക്ട് ചെയ്തു. എനിക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഫിലിമിലോട്ട് വന്നത്. ഓക്കെ, എന്നിട്ട് ഈ സിനിമയിൽ എന്താ ഈ സിനിമയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തോന്നിയൊരു ഓക്കെ ഇതിനെ യെസ് പറയാം? ഇത് ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഒരു കഥയുണ്ട്. നമ്മുടെ ഒരു സ്റ്റോറി എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിനോയ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴായാലും നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. വിനിജയം അങ്ങനെ തന്നെയാണോ? ഇതിന് ഞാൻ ഇതിൽ വന്നത് ഞാൻ മാക്ടിനി എന്ന് പറഞ്ഞ ഒരു ആപ്പില് എൻ്റെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്നെ കണ്ട് റിനോയ് ചേട്ടൻ സെലക്ട് ചെയ്തതാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു കരാട്ടെ ഇൻസ്ട്രക്ടർ ആയിരുന്നു. അപ്പൊ ആ ഒരു സ്പോർട്സുമായിട്ടൊരു ബന്ധം ഉള്ളതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ആർക്കെങ്കിലും ഒക്കെ ഇടി കൊടുക്കാൻ പറ്റിയോ? ആ ഒരു വിഷമം എനിക്കുണ്ട്. അതില്ല, ആൺകുട്ടികൾക്ക് തന്നെ വേണ്ടല്ലോ, പെൺകുട്ടികൾക്കും കൊടുക്കാലോ. പക്ഷെ അതിനൊരു ചാൻസ് കിട്ടിയില്ല. പാവം കുട്ടികളായി പോയി. നമ്മളൊക്കെ തെന്നി മാറി നിങ്ങൾ പഠിച്ചോ? പഠിച്ചോ നിങ്ങളോ? അതിനുള്ള സമയം കിട്ടി. ഓക്കെ, പഠിപ്പിക്കുന്നുണ്ടോ?
അതെ അതെ, ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് അവിടെ പാലക്കാട്. പാലക്കാടാ. ഓക്കെ, എത്ര നാളായി ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 years ഒക്കെ ആയി ഞാൻ ഈ പഠിപ്പിക്കുന്നതോ? അതെ. ഓ ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ എത്ര കുട്ടികളുണ്ട്? നമ്മളിപ്പം അക്കാഡമി ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ കൂടുതൽ സ്കൂൾസിൽ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാക്ക് ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, യെല്ലോ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകളൊക്കെയാണ് ഇത് നമുക്കറിയുന്നത്. എന്റെയൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്നേരം സ്കൂളിൽ ഇങ്ങനെ പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ വന്നിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു തരും. അതെ. അങ്ങനെ പഠിച്ച ഇത് മാത്രമാണ് അറിവുള്ളത്. ഓക്കെ വിനിജ, സിനിമയിലേക്ക് വരാം. എന്താണ് ഈ റൊണാൾഡോ ചിത്രത്തിലെ വിനിജയുടെ ക്യാരക്ടർ? മെയിൻ ആയിട്ട് പറയുന്നത് ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങില് ഉള്ള ഒരാളാണ്. അതില് ഗ്യാങ്ങിലെ ഒരു ഈ പറയുന്ന പോലെ വഴക്കുകളൊക്കെ വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ? ബോൾഡ് ആണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ബോൾഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ലാതെ ഫ്രണ്ട്സിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. കൂടെ സ്ട്രോങ് ആണ്. അതെ. ഓക്കെ, അപ്പൊ വിനിജയാണ് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ സ്ട്രോങ് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആണോ? അങ്ങനെ എല്ലാവരും അവരുടേതായ എന്താ വെച്ചാൽ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറച്ച് പേടിയുണ്ട്, അങ്ങനെ ഒരു ക്യാരക്ടറുമാണ്. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള വെച്ചിൽ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഗ്രീഷ്മ, ഇത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്സ് ഗാങ് ഗ്രീഷ്മയുടെ ലൈഫിൽ, റിയൽ ലൈഫിലുണ്ടോ ഇതുപോലെ ഒരുപാട് ഗേൾസ്? നിങ്ങൾ അങ്ങനെ ഒരു ഗാങ്? ഒരു കംപ്ലീറ്റ് ഗേൾ ഗാങ് ഉണ്ട്. അവർ ആ ഗാങ്ങിൽ എത്ര പേരുണ്ട്? ഞങ്ങള് 4 പേര്. ഓക്കെ, കോളേജ് ഗാങ് ആണ്. കോളേജ് ഗാങ്. ഓക്കെ, അവരെ വെച്ച് നോക്കുമ്പോൾ ഈ ഗാങ്ങിന്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി എന്താണ്? ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഞങ്ങള് കുറച്ച് പാവം കുട്ടികളാണ് റിയൽ ലൈഫിലെ നിങ്ങള്. ശരിക്കും. അപ്പൊ നിങ്ങളൊക്കെ കില്ലാടികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇപ്പൊ ഒരു സൊല്യൂഷന് ഒരു ഭയങ്കര നോർമലൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ഒരു റൈറ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഇവിടെ ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയാം. കുറച്ചുകൂടെ എന്താണ് റിസ്ക് എടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന, അപ്പുറത്തുള്ള ആൾക്കാരെ വേണമെങ്കിൽ പാടമൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. സുവർണ, അപ്പുറത്തെ ആൾക്കാരെ പാഠം പഠിപ്പിച്ചിരിക്കുന്ന ലൈഫിൽ ഒരു കഥ പറഞ്ഞേ കേക്കട്ടെ. ടഫ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഇല്ല കേട്ടോ, റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സുവർണയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയും. എന്റെ ക്യാരക്ടറിന്റെ പേര് ബിജി എന്നാണ്. സോ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന് വേണ്ടി ഇത് എക്സ്ട്രീം വരെ പോവാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. അതിനു വേണ്ടി കുറച്ച് ഇവരുടെ കൂടെ അതിനൊരു എന്താ പറയാ, ഒരു ഡിസ്ട്രാക്ഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എന്താ ക്യാരക്ടറിനെ പറ്റി പറയാ, ലൈക്ക് ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിന് ഏത് എക്സ്ട്രീം വരെ പോയി നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ കൂടെ നിൽക്കുക, അതുള്ളതാണ് ഇതിൽ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഗാങ്ങിനെ കുറിച്ചും കൂടെ പറയുന്ന സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സും എല്ലാവരും കൂടെ കളി, ചിരി, ബഹളം, അങ്ങനത്തെ നമ്മുടെ ഒരു രാപ്പാടി, പക്ഷിക്കൂട്ടം, ആ ഒരു സ്റ്റൈലൊരു മ്യൂസിക്കോ പാട്ടോ സീക്വൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ജോളി അല്ല. ഒരാൾ പറഞ്ഞു ഇല്ലാതെ, ഒരാൾ പറഞ്ഞു എന്താണ് സത്യം? റിലീസ് ചെയ്തിട്ടില്ല. അല്ല, എന്നാലും ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി ഈ പറഞ്ഞ അഡ്വഞ്ചർ കൈൻഡ് ഓഫ് അഡ്വഞ്ചറസ് ആയിരിക്കും ഈ കുട്ടിയുടെ സിനിമയിലെ റിനോയ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങളുടെ റിയൽ ലൈഫിൽ ചെയ്തിട്ടേ ഇല്ലാത്ത അഡ്വഞ്ചറസ് ആണോ, അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമാണോ ചെയ്തിരിക്കുന്നത്? നമ്മള് ശരിക്കും സ്ക്രിപ്റ്റ് വായിക്കുമ്പോ നമ്മള് ലൈക്ക് ഇങ്ങനെയും സോൾവ് ചെയ്യാവുന്ന അത്രയും എക്സ്ട്രീം ലെവലിൽ പോയിട്ടാണ് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. കൈകാര്യം ചെയ്യാമല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. എക്സ്ട്രീം കുറച്ചുകൂടി ക്രിയേറ്റീവ് ആണ്, കുറച്ചുകൂടി എന്താ പറയണേ, ഭയങ്കര കാര്യവിവരത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒരു ബ്ലണ്ട് റിയാക്ഷൻ അല്ല. ഓക്കെ, വളരെ പ്രാക്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അശ്വിനെ കുറിച്ച് പറയണം, ചൈതന്യെ കുറിച്ച് പറയണം. ഇന്നിപ്പോ അവർക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എന്താണ് അവരുടെ ഇതിനകത്തെ ക്യാരക്ടറും? നമുക്ക് മനസ്സിലാവുന്ന റൊണാൾഡോ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ ഇതിലേക്ക് എത്തുന്നു. ഡീറ്റെയിലിംഗ് കഥയിലേക്കൊന്നും പോവണ്ട, പക്ഷെ സെറ്റിലെ അശ്വിനെ കുറിച്ചും ചൈതന്യെ കുറിച്ചും ഞങ്ങളുടെ അടുത്തേക്ക് പറയൂ. ആക്ച്വലി ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോറി മാത്രമേ അറിയുള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ ആക്ച്വലി ഞങ്ങൾ ഇത്ര പേര് മാത്രമാണ് ഞങ്ങളുടെ സെറ്റിൽ ഉണ്ടായിട്ടുള്ളൂ. അശ്വിൻ ചേട്ടൻ ഓ, അങ്ങനെയാണോ?
അപ്പൊ അതെന്താ സിനിമ നമ്മൾ വിചാരിച്ചിട്ടേ ട്രെയിലറിൽ കണ്ട പോലത്തെ അല്ല ഇപ്പൊ സിനിമ, വേറെ തന്നെയാണ്. അതൊക്കെ അപ്പൊ കാണേണ്ട തന്നെയാണല്ലോ, അതെന്താ സംഭവം എന്നുള്ളത്. ഞങ്ങളും അതേ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ആരും full കഥ എങ്ങനെയായിരിക്കും. നിങ്ങൾക്കും അറിയില്ല ഇല്ല, എന്താണ് ഞങ്ങൾക്ക് നിങ്ങൾ അറിയില്ല. അഭിനയിച്ച സിനിമയുടെ കഥ, ഇത് എങ്ങനെയായിരിക്കും, ഇവരൊക്കെ എന്ത് ക്യാരക്ടേഴ്സാ ചെയ്തിരിക്കുന്നേ, ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. How beautiful. വെരി നൈസ്. അതന്നെ. ഓക്കെ, നിങ്ങളുടെ ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ആ ഓക്കെ. നിങ്ങള് അപ്പൊ ഒരു എത്ര ദിവസത്തെ നിങ്ങളുടെ ഒരു ഒരു ഷൂട്ടിംഗ്? 2 ആഴ്ചത്തെ ആയിരിക്കും. 2 weeks. ഓക്കെ. അപ്പൊ ഈ ഷൂട്ടിംഗ് ടൈമിൽ അപ്പൊ നിങ്ങൾ ഇത്രയും ഗേൾസ്, അപ്പൊ നിങ്ങൾ 5 ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ ഷൂട്ടിംഗ് പ്രോസസ്സിൽ? ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അൽത്താഫ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഓ ഓക്കെ. പിന്നെ ചൈതന്യ. സാം ഉണ്ട്, സാം ചേട്ടൻ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഷൂട്ടിംഗിൽ നടന്ന എന്തെങ്കിലും അബദ്ധങ്ങളോ തമാശകളോ എന്തെങ്കിലും ഉണ്ടോ? അബദ്ധങ്ങൾ എന്ന് പറയാൻ ഇല്ല, പക്ഷെ ലൈക്ക് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ തന്നെ അങ്ങ് ഫ്രണ്ട്സ് ആയി പോകും. ബിക്കോസ് അങ്ങനത്തെ ഒരു ഫൺ സംഭവം. അപ്പൊ അങ്ങനെ കൊറേ ചിരിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒരാൾ പറയുന്ന പോലെ Situation comedies സിറ്റുവേഷൻ കോമഡീസ് കുറെ ഉണ്ട്. ഓക്കെ. നീ ഇപ്പൊ ഇത് ഈ മൂവിയുടെ ഡയറക്ടർ റിനോയുടെ ഫസ്റ്റ് മൂവിയാണിത്. പക്ഷെ അതിനു മുമ്പേ റിനോയ് വേറെ കുറെ ഷോർട്ട് ഫിലിംസും അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നിങ്ങളപ്പോ ഈ മൂവി കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഇതേപോലത്തെ ഹിറ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ചൊക്കെ വല്ല അറിയാമോ? ഞാൻ ശരിക്കും സെറ്റിൽ വന്നതിന് ശേഷമാണ് എന്റെ കാസ്റ്റിംഗ് ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് ഗ്രൂമിങ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് ചൈതന്യ എന്നാണ്. അപ്പൊ അത് വേറൊരാളാ കമ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ തലേ ദിവസം ആൾക്ക് എന്തോ വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിട്ട് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ വഴി ഒരു അറിയുന്ന ഫ്രണ്ട് വഴിയാണ് എന്നെ ചേച്ചി നോക്കി ഓക്കെ ആയി. അപ്പൊ എനിക്കിങ്ങനെ ഓക്കെ നാളെ ഷൂട്ട് തുടങ്ങാണ്, ഇത് എടുക്കണോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ കഥ മാത്രം അറിയുന്നത്, വായിച്ചത് സ്ക്രിപ്റ്റ്. അപ്പൊ എനിക്ക് ഭയങ്കര കുറച്ച് പുതുമയുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ജമ്പ് ഇൻ ചെയ്തതാണ്. പിന്നെയാണ് ഷോർട്ട് ഫിലിംസിന്റെ കാര്യങ്ങളും റിനോയ് ചേട്ടനെ പറ്റിയൊക്കെ അറിയുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ. നിങ്ങൾ എല്ലാവരും മൂവി എന്ന് പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അല്ലെ? അതിനോട് ഭയങ്കര താല്പര്യമുണ്ട്, നല്ല മൂവീസ് വന്നാൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ഇതുപോലത്തെ ലാസ്റ്റ് മിനിറ്റ് കോൾ വന്നപ്പോഴും ശരിക്കും അവിടെ ഗ്രീഷ്മ ഒരുപാട് ലാസ്റ്റ് മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴേ നാളെ ഷൂട്ട് ഒരു ബിഗ് മലയാളം മൂവി എന്നൊക്കെ പറയുമ്പോൾ അത് ടൂ മച്ച് നമുക്ക് ഒരുപാട് വറീസും ഒരുപാട് ടെൻഷൻസും ഒക്കെ തന്നിരുന്നോ? അതോ ഒരു മൂവിയുടെ കോളിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എനി ടൈം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു മൂവി കോൾ വരുമ്പോൾ തന്നെ യെസ് അങ്ങനെ ഒരു ഫീലാണ്? ഇറ്റ് വാസ് എ മിക്സ് ഓഫ് ബോത്ത്. അതായത് എന്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടി എന്തും റാൻഡമായിട്ട് ചെയ്യരുതെന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മള് തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കങ്ങനെ ഒത്തിരി വി ഡു നോട്ട് ഹാവ് ദറ്റ് ലക്ഷറി ഓഫ് ഓക്കെ ഇന്നതെടുക്കാം ഇന്നതെടുക്കണ്ട, അതില്ല. അപ്പം പക്ഷെ ഈ സ്റ്റോറി വാസ് കമ്പലിംഗ്. പക്ഷെ ജസ്റ്റ് ദാറ്റ് നമുക്ക് നാളെ ഷൂട്ട് തുടങ്ങണമെന്ന് പറയുമ്പോൾ കീപ്പിംഗ് ദ സ്റ്റോറി അസൈഡ്, മീ ആസ് എൻ ആക്ടർ എനിക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും, എത്ര ഹോംവർക്ക് ചെയ്യാൻ പറ്റും, അതിനൊന്നും ഉള്ളൊരു സമയമില്ലല്ലോ. പക്ഷെ ഞാൻ ഇതിന്റെ അസോസിയേറ്റ് ബൈജു ചേട്ടനായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ പുള്ളി ഭയങ്കര കോൺഫിഡൻസ് തരലും ഭയങ്കര മോട്ടിവേറ്റിങ്ങും കാര്യങ്ങളായിരുന്നു. പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് സ്റ്റോറി വായിച്ചിട്ട് രസമുണ്ട്, പിന്നെ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അങ്ങനെ നമ്മള് പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഇവരൊക്കെ ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു, ഞാൻ അവിടെ കയറി ചെന്നതാണ് എന്നുള്ളൊരു ഫീൽ ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ they took me in. നിങ്ങൾ എല്ലാവരും തമ്മിൽ പരസ്പരം നേരത്തെ അറിയോ? ഇല്ല, നമുക്കൊരു ഗ്രൂമിംഗ് സെഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു. അപ്പൊ ഷൂട്ട് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ ഫുൾ ആ ഒരു വൈബിലെത്തി. പൊതുവെ പക്ഷെ നിങ്ങളൊക്കെ ഇപ്പം വേറെയും സിനിമ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ വേറെ സീനിയർ ആക്ടേഴ്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി വേറെ ഏത് സിനിമ കാണുമ്പോഴും എങ്ങനെ അവരുടെ ബോഡി ലാംഗ്വേജ്, എങ്ങനെ അവർ അതിനെ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യണു, ഇതൊക്കെ നിങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നിങ്ങളതൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറില്ലേ അല്ലെ? എന്നിട്ട് അങ്ങനെ സൂപ്പർ എന്ന് പറയൂ, സൂപ്പർ വേറൊരു മൂവി കണ്ടു, ഇഷ്ടപ്പെട്ടു, അവരെങ്ങനെ ചെയ്തെന്നൊക്കെ, എന്നിട്ട് അതേപോലെ തന്നെ ഇതായിട്ട് ഞാനായിരുന്നു കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കണ്ണാടിയിലൊക്കെ പോയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ലാസ്റ്റ് ആക്ട് ചെയ്തത് ഏത് മൂവി കണ്ടിട്ടാ? അല്ല, അങ്ങനെ ലൈക്ക് ഇപ്പൊ തിയേറ്ററിലൊക്കെ പോയി കണ്ടിറങ്ങുമ്പോ ഒരു ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ട പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ആ ക്യാരക്ടർ അങ്ങനെയൊക്കെ തന്നെ ഫുള്ള് നടക്കുക. കുറച്ചേരം എടുക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്. പിന്നെ കൂടെ വരുന്നവർക്ക് അറിയാം കുറച്ചു നേരത്തേക്ക് ഇനി അതിനെ നോക്കണ്ട, അതായിരിക്കും എന്നുള്ളത്. ഉള്ളിലേക്ക് വരും. അങ്ങനെയാണ്.
നിങ്ങൾക്കും അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർന്നു, ഞാനായി എന്റെ കുറച്ചു പാടായി. നേരം അതിന്റെ ഹാങ് ഓവർ കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അഭിനയിച്ച് നോക്കലും കാര്യങ്ങളൊന്നും. ആണോ? സാധാരണ യൂഷ്വലി ഇപ്പോഴും അഭിനയം ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോ ചില ഇത് നമ്മളെ വല്ലാണ്ട് ഞാൻ എന്റെ റൂമിൽ പോയി കണ്ണാടി നോക്കിയിട്ട് ഞാൻ മാത്രം ഉള്ളപ്പോ ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും. ആ എക്സ്പ്രഷൻ എന്നെ കൊണ്ട് പറ്റുമോ? എക്സ്ട്രീം ആയിട്ട് ദേഷ്യപ്പെടുക, കരിയുക, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻ, എന്താണെങ്കിലും അതിങ്ങനെ മാറി മാറി നമ്മളിത് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പ്രത്യേകിച്ചും ഇപ്പൊ നാഗവല്ലിയുടെ ട്രൈ ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാവില്ല. നാഗവല്ലി എന്ന് പറഞ്ഞ് ശോഭനേച്ചി ചെയ്തു നോക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ ഏതൊരു സിനിമയിലാണെങ്കിലും അതെ, ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവി ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സീക്വൻസിലേക്ക് നമ്മളെ കമ്പയർ ചെയ്ത് പോകും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ ഒരെണ്ണം സിംഗിൾ ഔട്ട് ചെയ്യാനില്ല, പക്ഷെ മെനി അതായത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലും ഇല്ലാണ്ട് അത് ചെയ്യുന്നതാണ്. പോസ് ചെയ്യും, ഡയലോഗ് പറഞ്ഞു നമുക്ക് പ്ലേ ചെയ്യും, ബാക്കി അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. ഓക്കെ. ഇതിനകത്ത് പാട്ടുകളൊക്കെ നിങ്ങള് കേട്ടിരുന്നോ? അപ്പോ കേട്ടിരുന്നു. 4 പാട്ടാണുള്ളത്, ദീപക് ചെയ്തിരിക്കുന്ന പാട്ടുകൾ അല്ലേ? എങ്ങനെയുണ്ട് പാട്ടുകളൊക്കെ? നല്ല സോങ്സ് ആണ്. നാം ഒരു നാൾ കേട്ട് കേട്ട് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാ സോങ്സും വന്നിട്ടില്ല, 2 മാത്രം വന്നിട്ടുള്ളൂ. അതെ. അപ്പൊ അതെന്ന് ചോദിച്ചാൽ ബാക്കി ഇനിയിപ്പോ 25th പറഞ്ഞ ഇനിയിപ്പോ ആയല്ലോ, മൂവി റിലീസ് ചെയ്യാൻ സമയമായി. അപ്പൊ നിങ്ങളുടെ ഇടയിലും ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. 25th ഇനി 3-4 ദിവസങ്ങളേ ഉള്ളൂ മൂവി റിലീസ് ചെയ്യാൻ. അപ്പൊ ആ ഒരു നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെന്റും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാണോ നിങ്ങളുടെ പോവാൻ? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും കേൾക്കട്ടെ. സോ വാട്ട്സ് യുവർ പ്ലാൻ? 25th എങ്ങനെ, ആരുടെ കൂടെ, എപ്പോ പോയി കാണും? സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്ലാൻ, എനിക്ക് നല്ല ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. കിട്ടുന്നവരൊക്കെ ഞാൻ വിളിച്ചോണ്ടോ ഫ്രണ്ട്സ് ഫാമിലി ഒബ്വിയസ്ലി ഉണ്ടാവും. അറിയില്ല, അത് ഇനി വന്ന് കാണും. കാരണം ഒരു സ്റ്റോറീസ് ഇതിന്റെ അകത്ത് അറിയില്ല. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതിന്റെ എല്ലാം കംപ്ലീറ്റ് ഉള്ള ഔട്ട്പുട്ടും ഇതുവരെ കണ്ടിട്ടില്ല. സോ പോയി ഇരുന്ന് ആദ്യം തൊട്ട് അവസാനം വരെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ അപ്പൊ ഡബ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആരും അല്ല? അല്ല, ഡബ് ചെയ്തിരിക്കുന്നത് മാത്രല്ലേ കാണുന്നുള്ളൂ, അതൊരു മിക്സ് ചെയ്തിട്ടുള്ള. ഓക്കെ. പക്ഷെ നിങ്ങൾ എല്ലാരും അപ്പനപ്പന ഡബ് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ. ഹൗ അബൌട്ട് യു ഗ്രീഷ്മ? ഞാൻ ആക്ച്വലി ഇവിടെ ഉണ്ടാവില്ല ഫിലിം കാണാൻ. വെരി നൈസ്. അഭിനയിച്ച സിനിമയുടെ കഥ അറിയില്ല, അഭിനയിച്ച സിനിമയിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും കണ്ടിട്ട് പോലും ഇല്ല. ഇല്ല, കഥ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കോൺസെൻട്രേഷൻ ആണ് ആ സ്റ്റോറി. അല്ല, ഞാൻ തിരിച്ചു വന്നിട്ട് ഉടനെ ഫ്രണ്ട്സ് ആയിട്ട് പോയി കാണാനാണ്. എന്ത് കാണാൻ പറ്റും? ഓഗസ്റ്റ് 29th. എങ്ങടാ പോണേ? ഞാനൊരു പെർഫോമൻസിന് മോസ്കോ പോവാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കാണാൻ പറ്റില്ല. ഓക്കെ, തിരിച്ചു വരുമ്പോൾ കാണാം. പക്ഷെ തീർച്ചയായിട്ടും 25th കഴിയുമ്പോൾ മൂവിയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ഫീഡ്ബാക്ക് എന്തായിരിക്കും? വളരെ ഞങ്ങളുടെ ഗ്രൂപ്പ് ആയിരിക്കും ഇന്ററാക്റ്റീവ്. ഓക്കെ. സോ വർഷ? ഞാൻ 25th 26th ഫ്രണ്ട്സിന്റെ കൂടെ, 27th ഫാമിലി എല്ലാരും കൂടെ വരുന്നുണ്ട്. അങ്ങനെ എത്ര ദിവസം എത്ര തവണ കാണുകയും മൂവി? എല്ലാരും കാണിക്കുന്നവരോ കണ്ടോണ്ടേയിരിക്കും. ഓക്കെ. ആൻഡ് യു? ഞാൻ ട്രിവാൻഡ്രം ആയിരിക്കും ആ സമയത്ത്. അപ്പോ വീട്ടുകാരുമായിട്ട് പോവും. പിന്നെ വീട്ടില് എല്ലാരും വിളിച്ചു പറഞ്ഞ് അവരെ കൊണ്ട് കാണിക്കാൻ നോക്കും. അതൊക്കെ തന്നെ. ഫാമിലി ആയിട്ട് പോകാനാണ് പ്ലാൻ. 25th പാലക്കാടായിരിക്കും. അങ്ങനെ നിങ്ങൾ ആരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഒന്നും പോകാൻ പ്ലാൻ ഇല്ലേ? ഉണ്ട്. അങ്ങനെയൊക്കെ പോവില്ലേ? ഓക്കെ. ബാക്കി ഇതിനകത്തപ്പോ നിങ്ങൾക്ക് ഇന്ദ്രൻ ചേട്ടനായിട്ടുള്ള സീക്വൻസോ ലാലേട്ടനോ ഇതൊന്നും ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ബാക്കിയൊന്നും നിങ്ങൾക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. ഡയറക്ടറിനെ കുറിച്ച് ചോദിച്ചാൽ എന്താ പറയൂ? ഡയറക്ടറിനെ കുറിച്ച് ഒന്ന് പറയൂ. അദ്ദേഹം എന്തെല്ലാം സെറ്റിൽ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അദ്ദേഹമായിട്ടുള്ള വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്? വളരെ കംഫർട്ടബിൾ ആയിരുന്നു. മാക്സിമം നമ്മളെ കംഫർട്ടബിൾ ആകും. നമ്മൾ കുറച്ച് ടെൻഷൻ ആണെങ്കിലും ആള് കുഴപ്പമില്ല, സമാധാനത്തിൽ ചെയ്താൽ മതി എന്നുള്ള രീതി നല്ലൊരു സപ്പോർട്ടായിരുന്നു. അത് ഡയറക്ടർ സാർ മാത്രമല്ല, എല്ലാവരും ആ സ്ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ മാക്സിമം ഫ്രീ ആക്കാണ് ചെയ്തത്. അതെ, റിലാക്സ് ചെയ്തൊരു മൂവിയാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ റിനോയ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ പുള്ളിക്കാരൻ കറക്റ്റ് അഭിപ്രായം എന്താന്ന് വെച്ചാൽ പറയും. അങ്ങനെ എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോ അതെ, അത് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. എന്താണേലും ലൈക്ക് ഒത്തിരി സിനിമയെ പറ്റി അറിയാവുന്ന, ഒത്തിരി സിനിമയെ പറ്റി പഠിച്ച ഒരാളാണ് നമുക്ക് ഇന്ററാക്റ്റീവ് മനസ്സിലാവും. ബിക്കോസ് ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ തന്നെ ആൾ പഴയ ആ സിനിമയിലെ ആ സീനില് ആ ഇമോഷൻ ഓർക്കുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒരു ഒത്തിരി പഠിക്കാൻ പറ്റും റിനോയ് ചേട്ടനോട് വർക്ക് ചെയ്ത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഗാങ്ങില് ഏറ്റവും സ്മാർട്ട് ആരാണ്? ഐ മീൻ ഇതിനകത്ത് സിനിമയ്ക്കകത്ത് നിങ്ങളുടെ ഗാങ്ങിലെ ലേഡീസ് ഗാങ്ങിലെ
ആ ഏത് ക്യാരക്ടറാണ്, ആര് ചെയ്യുന്ന ക്യാരക്ടറാണ് ഏറ്റവും സ്മാർട്ട്? എനിക്കൊന്ന് വിജിയുടെ ആണോ? കുറച്ചുള്ളത് നോ നോൺസെൻസ് ക്യാരക്ടറാണ്. ആണല്ലേ? ഓ അതാണ് ശരി. ഏറ്റവും സോഫ്റ്റ് ചെയ്തിരിക്കുന്നതോ? തൊട്ടാവാടി വർഷമായിരിക്കും. അതെ. ആണോ? തൊട്ടാവാടി വർഷം ഏറ്റെടുത്തിരിക്കുന്നു. അടുത്തത് ഉള്ളതിൽ ഏറ്റവും ഫൺ? ശരിക്കും പറഞ്ഞ എല്ലാവരുടെയും സ്മാർട്ട്നെസ്സിനെ ചാനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ആ ഷെയ്ഡാണ് നമ്മൾ കൂടുതലും കാണുന്നത്. എല്ലാരും സ്മാർട്ട് കുട്ടികളാണ്. അതായത് ഹൗ എവ്രിബഡി റൈസസ് അപ് ടു എ ചാലഞ്ച് എന്ന പോലെ, ഹൗ എവ്രിബഡി റൈസസ് അപ് ടു എ സിറ്റുവേഷൻ, അതാണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ കൂടുതലും ഇപ്പൊ നേരത്തെ എല്ലാരും പറഞ്ഞില്ലേ, അതായത് ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആ വൈബില ഫുൾ പടത്തിൽ നിന്നേക്കുന്നത്. ഓക്കെ. ഇപ്പോ ഗ്രീഷ്മയ്ക്ക് ഇത് ലാസ്റ്റ് മൊമെന്റ് വന്ന ഒരു കോളാണ്, പെട്ടെന്ന് നെക്സ്റ്റ് ഡേയിലേക്ക് പോയി എടുക്കേണ്ടി വന്നു. ഇപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് അല്ല, എനിക്ക് കുറച്ചും കൂടെ സമയത്തിന് മുമ്പേ ഇവരെന്നെ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ആ ക്യാരക്ടർ വേണ്ടി പ്രിപ്പയർ ചെയ്യാമായിരുന്നു. ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് എ റിഗ്രറ്റ് ആസ് സച്ച്. ബിക്കോസ് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് സിനിമ സംഭവിക്കില്ലായിരുന്നു. എല്ലാത്തിനും കോഴ്സ് ഓഫ് തിങ്സ് ആ കുട്ടി കൂടെ അതിനെ കാണുന്നു. നിങ്ങളൊക്കെ ആണെങ്കിലും പൊതുവെ നിങ്ങൾക്ക് എങ്ങനെയാ, ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് ക്യാരക്ടർ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ ആ ക്യാരക്ടർ എന്താണെന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ നമ്മളെ ക്യാരക്ടറിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കും അല്ലെ. പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പോകുന്നതിന് മുമ്പേ തന്നെ നമ്മളെ ക്യാരക്ടറിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, അവരുടെ മാനറിസംസ്, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇപ്പം എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള സെക്കൻഡ് മൂവീസ് ആണ് എല്ലാവരുടെയും തന്നെ. അങ്ങനെയുള്ളപ്പം സുപർണ എങ്ങനെയാണ് സുപർണയ്ക്ക് തോന്നുന്നത്? അങ്ങനെ വേണോ? അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് സുപർണ ചെയ്യുക? ലൈക്ക് ഇതിനിപ്പോ നമുക്കൊരു ഗ്രൂമിങ് സെഷൻ ഉള്ളതുകൊണ്ട് അപ്പം എന്റെ ക്യാരക്ടർ ആദ്യം പറഞ്ഞപ്പോ ഒരു കൈൻഡ് ഓഫ് ഫണ്ണി അങ്ങനെ, അപ്പൊ ഞാൻ ആ ഒരു രീതിയിലാണ് തോട്ട് വെച്ചത്. പക്ഷെ ഗ്രൂമിങ് സെഷന് പോയപ്പോഴാണ് പിന്നെ അതിങ്ങനെ കട്ട് ഡൗൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് ഇന്ന വേരിയേഷൻ. അപ്പം നമ്മൾ മൈൻഡിൽ വെച്ചതിനെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് വരണേ. സോ അതിപ്പോൾ ക്യാരക്ടർ ബേസ് ചെയ്തിരിക്കും. ചിലത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ചിലത് ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിലായിരിക്കും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിനോയ് ചേട്ടൻ നല്ല രീതിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ക്ഷമയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് സമാധാനമായിട്ട് ദേഷ്യപ്പെടാം അങ്ങനെ ഒന്നുമില്ല, സമാധാനമായിട്ട്. നിങ്ങൾ പെൺപടകളെ കണ്ടപ്പോ അദ്ദേഹം പേടിച്ചു ഡയറക്ടർ ആണെങ്കിൽ പോലും ഇത്രയും പെൺപടകൾ സ്ട്രോങ് പാവം. ഓക്കെ, സോ എൻ്റെ ഈ റഹാന എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒത്തിരി റേഞ്ച് ഉണ്ട്. അപ്പോൾ എനിക്ക് ലൈക്ക് അത് ആക്ച്വലി അതെങ്ങനെ കൊണ്ടുവരണം എന്നൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു റിനോയ് ചേട്ടൻ്റെ ഒരു കോൺഫിഡൻസ് നമ്മുടെ മേളിൽ ഉണ്ടെങ്കിൽ ഓക്കെ, റിനോയ് ചേട്ടൻ അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുമ്പോൾ നമുക്കും അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനെ കുറേയും കൂടെ എഫേർട്ട് ഇട്ട് അതെങ്ങനെ കൊണ്ടുവരണം എന്ന് റിനോയ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആ ക്യാരക്ടറോട്ട് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, ശരി. വിജി? എൻ്റെ ക്യാരക്ടർ എനിക്ക് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ക്യാരക്ടർ സുനിത എന്നാണ് പേര്, സുനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ സുനിത എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കൂടുതലായിട്ട്. കാരണം എൻ്റെ ആയാലും ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ അകത്ത് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനായിരിക്കും എന്തെങ്കിലും അഭിപ്രായമൊക്കെ എടുത്തടിച്ച പോലെ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ആളാണ്. അപ്പം ഇതിനകത്തും അങ്ങനെയാണ്. അപ്പോൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഇതിൽ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പിന്നെ റിനോയ് ചേട്ടൻ നമുക്ക് ഗ്രൂമിങ് സെഷൻ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ നന്നായിട്ട് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാം പുള്ളിക്കാരൻ നന്നായിട്ട് പറഞ്ഞുതരും, എളുപ്പമായിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഗ്രൂമിംഗ് ഒക്കെ? ഒരു 3 ദിവസം. ഞാൻ എന്നെ ഫസ്റ്റ് മീറ്റ് റിനോയ് ചേട്ടനെ കണ്ട ഫസ്റ്റ് മീറ്റിൽ തന്നെ ആളെ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു, ഇതാണ് ക്യാരക്ടർ ഇങ്ങനെയാന്നുള്ളത്. എനിക്ക് കൂടുതലും ഡയലോഗ്സിനാണ് എനിക്ക് വലിയൊരു ഓട്ടം ഉണ്ട് ഇതിനകത്ത്. എന്നെ നല്ല രീതിക്ക് ഓടിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഓട്ടത്തിന് പറ്റിയ ഒരു ഫിറ്റ്നസിന്റെ പറഞ്ഞിട്ടാണ് എടുത്തേന്ന് ആള് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിലെ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഫസ്റ്റ് ആ ദിവസം ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വെച്ചാൽ എന്റെ അടുത്ത് ഓടണം എന്ന് പറഞ്ഞ്, പക്ഷെ ബാക്കിൽ ക്യാമറ വരുമ്പോ അത് പറയുമ്പോൾ ഓടണം എന്ന് പറഞ്ഞില്ല. ആള് ഓക്കെ റെഡി അല്ലേന്ന് പറഞ്ഞു. ആ റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ബാക്കിൽ ക്യാമറ എത്തിയിട്ടുണ്ടായിരുന്നില്ല.
അവര് കൊറേ വിളിച്ചു, ഞാൻ ഇത് കേട്ടില്ല. ഇതിന്റെ മൈൻഡില് ഈ ഒറ്റ ഓട്ടത്തിൽ തന്നെ ഇത് ക്ലിയർ ആവണം, ഇങ്ങനെ ഓടിക്കാൻ പറയരുത് എന്നുള്ള എത്ര ഓടി എത്ര പാലക്കാട് എത്തുന്നതിന് മുമ്പേ പിടിച്ചു. അപ്പോഴാ പിന്നെ അവര് ബാക്കിൽ മതി മതി നിർത്തി, അവിടെ ക്യാമറ അവിടെ നിക്കുന്നത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു പോയി വീണ്ടും പിന്നെ ഓടി. ഞാൻ പിന്നെ കോൺഷ്യസ് ആയി ഓടുമ്പോ ക്യാമറ ബാക്കിലുണ്ടോ ഇല്ലയോ. അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ടും വളരെ ഭയങ്കര നല്ലൊരു ഹാപ്പി ഇതിലൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് 25th നിങ്ങളുടെ ഈ ഒരു മൂവി റിലീസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി അശ്വിന്റെയും ചൈതന്യയുടെ ഒക്കെ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് വേറെ വഴിക്ക് തന്നെ ഞങ്ങൾ അറിയാം. അപ്പൊ എന്തായാലും വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കരിയറിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ല ഒരു ഇത് തന്നെ ആവട്ടെ, ഒരു ടേണിംഗ് പോയിന്റ് ആവട്ടെ ഈ മൂവി എന്ന് വിഷ് ചെയ്യുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കം പക്കം ആൻഡ് ഇന്ന് നമ്മുടെ പോലെ ടീം ഒരു റൊണാൾഡോ ചിത്രം. സോ വെൽക്കം ടു ദ ടീം. എങ്ങനെയുണ്ടായിരുന്നു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഫണ്ടും കാര്യങ്ങളൊക്കെ? ഓൾ ഗേൾസ് ആയതുകൊണ്ട് എല്ലാം നല്ലതായിട്ട് നല്ല ഫണ്ടായിരുന്നു. എല്ലാരും ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിട്ട് എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഷൂട്ട് ലൊക്കേറ്റ് ചെയ്ത്? 2 ആഴ്ച അടുപ്പിച്ചുണ്ടായിരുന്നു. ഫുൾ ഒരുമിച്ച് തന്നെയായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ? അല്ല, സ്റ്റേ സെപ്പറേറ്റ് ആയിരുന്നു. എറണാകുളത്ത് തന്നെ ആയത് കാരണം കുറെ പേർക്ക് വീടുണ്ട്. അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് പോയി വന്നല്ലേ. നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് കിടക്കാം. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറയും, അതിനെ ബേസ് ചെയ്ത് ഈ കൂട്ടത്തിൽ ആരാണോ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം. അതിന് പറ്റിയൊരു റീസൺ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറയാം. ഓക്കെ, റിയൽ ലൈഫ് ആണോ ക്യാരക്ടർ ആണോ? റിയൽ ലൈഫ് നമുക്ക് ക്യാരക്ടർ നമുക്ക് കൊടുക്കട്ടെ. ഇത് കുറച്ചുകൂടി റിയൽ ലൈഫ് കണക്റ്റഡ് ആണ്. സോ ഫസ്റ്റ് വൺ, ഫുഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റില്ല. ആരായിരിക്കും കൂട്ടത്തില്? എല്ലാരും സുബർണയായിരിക്കും. കാരണം ഇപ്പൊ വന്നപ്പോഴും ഇടയ്ക്ക് പോയി ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. അത് ഫുഡ് കഴിച്ചോളെ. ഷൂട്ടിന്റെ ടൈമിലൊക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ലിപ്സ്റ്റിക് വേണം. സുബർണയാണോ? ശരിക്കല്ല, ഇപ്പൊ എല്ലാരും ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണോ? ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാന്നാണോ? ഓക്കെ, അപ്പൊ സുബർണയാണ് ഏറ്റവും ലിപ്സ്റ്റിക് അഡിക്റ്റ്. ഫുഡ് കഴിച്ച ഉടനെ പോയിട്ടത് അതുകൊണ്ടായിരിക്കും. അല്ലാതെ എല്ലാവരും ലിപ്സ്റ്റിക് ഇല്ലാതെ ഗേൾസിനൊരു ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആരാ? സോ കോൾഡ് ഫിറ്റ്നസ് ആണ്. അല്ല, പുള്ളിക്കാരി ഹെൽത്ത് അല്ല, എനിക്ക് വർഷയാ തോന്നിയിട്ടുള്ളത്. നമ്മളൊക്കെ എല്ലാരും ജങ്ക് ഫുഡ് കഴിക്കുമ്പോ കൂട്ടത്തിൽ ഒരു ആള് മാത്രം അല്ല, വർഷ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു ഷുഗർ ഒന്നും അധികം ഇടരുത്. ഷുഗർ കട്ടിലാണോ? പക്ഷേ എന്റെ ഫാമിലി മൊത്തം ഡയബറ്റീസ്, അപ്പൊ ഞാൻ ആ വഴിയിലോട്ട് പോണ്ടെന്ന് വിചാരിച്ചു. പേടിച്ചിട്ടാണോ അതോ? ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറി കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും മസാലയൊക്കെ ആഡപ്പ് ചെയ്ത് പറയുന്ന ഒരാളായിരിക്കും കൂട്ടത്തിൽ. എന്ന് വെച്ചാൽ ചെറിയൊരു കഥയായിരിക്കും, അതിങ്ങനെ പറഞ്ഞ് പെരിപ്പിക്കാൻ പറ്റിയ ആളല്ല. വിജി ഒരു എക്സാമ്പിൾ പറയാമോ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ? ഇപ്പൊ സുബർണന്റെ ലിപ്സ്റ്റിക് അതന്നെ കുറച്ചുണ്ടായിരുന്നോളൂ. ഗ്യാസാണോ? ഓക്കെ, കൂട്ടത്തില് ഈ പറഞ്ഞ ഒരു ഹാൻഡ് ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു മിനി മേക്കപ്പ് സ്റ്റുഡിയോ ആരുടെ ആയിരിക്കും? എല്ലാം ഇങ്ങനെ തട്ടി കളിക്കാണ്ട് ഒരാളിലേക്ക് ഫോക്കസ് ചെയ്തു. എല്ലാ വർഷമാണോ വർഷമാണോ എല്ലാത്തിന്റെ ഇത് അക്സെപ്റ്റ് ചെയ്തത്? എനിക്ക് ബാഗ് പോലും ഇല്ല. ഓക്കെ, കൂട്ടത്തിൽ ഏറ്റവും ഒരു എന്തിനും ചെറിയ കാര്യത്തിനൊക്കെ പിണങ്ങണ ആള്, എന്തിനും പറഞ്ഞത് അപ്പൊ പിണങ്ങി മാറിപ്പോയിരിക്കും. ആരില്ല, പിണക്കോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കൂട്ടത്തിൽ കരയണ ആളായിരിക്കും ചെറിയ കാര്യത്തിനൊക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും വന്നില്ല. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കരയാനുള്ള സാഹചര്യം വരാറില്ല. ഭയങ്കര ഫൺ പരിപാടിയായിരുന്നു. പൊതുവെ നമ്മള് കാണാറ് ഗേൾസ് ഒക്കെ എന്ത് ചെറിയ കാര്യം പറയുമ്പോ കരയാ, അല്ലെങ്കിൽ ഗേൾസ് എല്ലാ സ്റ്റീരിയോടൈപ്പാണല്ലോ. നമ്മളങ്ങനെ ആ ടീമല്ല, ലീഗല്ല. പക്ഷെ ആ 2 വീക്സിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല. ഒരു വലിയൊരു കരയേണ്ട വന്നിട്ടില്ല. കൂടുതൽ ഏറ്റവും ഓവർ തിങ്ക് ചെയ്യുന്ന ആളായിരിക്കും. ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്ന് അതെന്തായിരിക്കും ഇവിടെ ഇങ്ങനെ, ഇതെന്തായിരിക്കും അങ്ങനെ എന്നൊക്കെ ചോദിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സെറ്റിൽ എനിക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും വൈൽഡസ്റ്റ് ആയിട്ട്? ടെൻഷനാണ് ഞാൻ സെറ്റിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതില് ടെൻഷൻ കുറച്ച് കൂടുതൽ എനിക്കായിരിക്കും. എന്തൊക്കെ ആലോചിച്ചപ്പോ ചെറിയൊരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കും. ഇപ്പൊ അങ്ങനെ ആലോചിക്കൊന്നുമില്ല. റീസെന്റ് ആയിട്ട് ആലോചിച്ചൊരു ഓവർ തിങ്ക് ചെയ്ത സംഭവം എന്തായിരിക്കും? ഇന്ന് റീസെന്റ് ആയിട്ട് ഏറ്റവും ഇത് ഇങ്ങനെ ആവോ, നീ പടം അറിയിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും,
ഞാൻ മോർണിംഗ് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ലേറ്റ് ആവുമെന്ന്. കറക്റ്റ് അതേപോലെ തന്നെ സംഭവിച്ചു. ഓ, ലേറ്റ് ആയി, അതൊക്കെ നല്ല correct രീതിക്ക് ആയിരുന്നു. ലേറ്റ് ആയി. അപ്പൊ എനിക്ക് ട്രെയിന് കുറച്ച് നല്ല രീതിക്ക് ലാഗായിരുന്നു. ഞാൻ അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, അതേപോലെ ഏകദേശം അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു കൂടുതൽ ആലോചിച്ചു കൂട്ടുന്നത്. ആലോചിക്കുക തന്നെ സംഭവിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ ഓവർ തിങ്കിങ് നല്ലതാണ് കേട്ടോ അല്ലേ. അപ്പൊ ആലോചിക്കണ തന്നെ കിട്ടുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.